നമസ്കാരം, ഞാൻ സിബു പാലക്കുഴിയിൽ. നമ്മുടെ ഈ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വാഹനങ്ങൾ ഇന്ന് എല്ലാം പുതുമകൾ നിറഞ്ഞ ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് ഈ സ്മാർട്ട് കീ. മാരുതിയുടെ ഒരു സ്മാർട്ട് കീയാണിത്. ഈ ഒരു സ്മാർട്ട് കീയുടെ ബാറ്ററി വീക്കായി കഴിഞ്ഞാൽ നമുക്ക് അത് എങ്ങനെ റീപ്ലേസ് ചെയ്യാം, അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ ഈ സ്മാർട്ട് കീ ബാറ്ററി വീക്കായതിന് ശേഷവും വാഹനം ഓടിച്ചുകൊണ്ട് നടക്കും. പെട്ടെന്നായിരിക്കും ഇതിൻ്റെ ബാറ്ററി തീർത്തും വീക്കായിട്ട് ഉപയോഗം ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിപ്പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ആളുകൾ പാനിക്കായി പോകും. അത് ഒഴിവാക്കി നമുക്ക് വാഹനം അൺലോക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഈ വാഹനം ഓടിച്ചുകൊണ്ട് പോകാനും സാധിക്കുന്ന ഒരു ചെറിയ മെത്തേഡുണ്ട്. ആ മെത്തേഡാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതേപോലെ തന്നെ ഈ സ്മാർട്ട് കീയുടെ ബാറ്ററി റീപ്ലേസ്മെൻറ്റുമാണ്. ഫുൾ ഓപ്ഷൻ വാഹനങ്ങളിൽ എല്ലാം തന്നെ പുഷ് ബട്ടൺ സ്വിച്ചാണ് വാഹനം ഓണാക്കുന്നതിനും ഓഫാക്കുന്നതിനും ഉപയോഗിച്ച് വരുന്നത്. അല്ലാതെ കീ ഇടാനുള്ള സ്ലോട്ടൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. എന്നാൽ ഇങ്ങനെയുള്ള വാഹനങ്ങളിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ബാറ്ററിയുടെ ലോ പവറൊക്കെ പെട്ടെന്ന് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ വിസിബിളാണ്. അപ്പോൾ വാഹനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പുഷ് ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുകയാണ്. പ്രസ് ചെയ്യുന്ന അവസരത്തിൽ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ കാണിക്കുന്നുണ്ടോ, കീ ഫോബ് ലോ ബാറ്ററി കാണിച്ച് തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതിൻ്റെ ബാറ്ററി റീപ്ലേസ് ചെയ്യണം. നമുക്ക് ഇതിൻ്റെ ബാറ്ററി റീപ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടുന്ന ബാറ്ററി വാങ്ങിയിട്ടുണ്ട്. ഇത് സാധാരണ ലേഡീസ് സെൻറ്റർ പോലെയുള്ള ചെറിയ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഈ വാഹനങ്ങളുടെ അക്സസറീസൊക്കെ വിൽക്കുന്ന സ്ഥലത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഒരു ബാറ്ററിക്ക് 130 രൂപയാണ് പറഞ്ഞത്. എന്നാൽ ഇതേ സെയിം ബാറ്ററി മെയ്ഡ് ഇൻ ഇന്തോനേഷ്യ പനാസോണിക്കിൻ്റെയാണ്. അവിടെ കാണിച്ചിരിക്കുന്ന ലിഥിയം ബാറ്ററി ജെനുവിനാണ്, 3 വോൾട്ട് ബാറ്ററി. ഇതിന് വെറും 50 രൂപ മാത്രമേ ഉള്ളൂ. ശരിക്കും ഇതിൻ്റെ മൂല്യം അത്രയേ ഉള്ളൂ. അതൊന്ന് ശ്രദ്ധിച്ചോളുക. അപ്പോൾ വാഹനത്തിൻ്റെ സ്മാർട്ട് കീയുടെ ബാറ്ററി ഒന്ന് റീപ്ലേസ് ചെയ്യാൻ പോവുകയാണ്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു കീ ഉണ്ട്, ഫിസിക്കൽ കീ. ആ കീ അങ്ങ് മാറ്റുകയാണ്. എന്നാൽ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കീ അല്ല ഇത്. ഇത് ഡോർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. പുഷ് ബട്ടണുള്ള ഒരു വാഹനമാണ്. അതാണല്ലോ സ്മാർട്ട് കീ വരുന്നത് തന്നെ. ഒരു സ്പ്രിങ് ആക്ഷനോട് കൂടിയ ഒരു ബട്ടൺ. ആ ബട്ടൺ താഴോട്ടൊന്ന് വലിച്ചു പിടിച്ചുകൊണ്ട് നമ്മൾ സിമ്പിളായിട്ട് ഊരിയെടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്ക്രൂ ഡ്രൈവർ ആയിരിക്കണം. ഇതിന് കറക്റ്റായിട്ടുള്ള, ഇവിടെ ഒരു വെട്ട് കാണത്തില്ലേ, ഈ ഒരു വെട്ടിൽ കറക്റ്റ് ഇൻസേർട്ട് ആകുന്ന ഒരു സ്ക്രൂ ഡ്രൈവർ ആയിരിക്കണം. കൂടുതലായിട്ടും പരന്നിരിക്കുന്നതാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ട്, ഇതിൻ്റെ സൈഡൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കറക്റ്റ് തിക്നെസ്സിൽ കിടക്കുന്ന ഒരു സ്ക്രൂ ഡ്രൈവർ തന്നെ ആയിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. അല്ലെങ്കിൽ ഇതിന് ഡാമേജ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ സ്ക്രൂ ഡ്രൈവർ ഇൻസേർട്ട് ചെയ്തിട്ട് പയ്യെ തിക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇതുപോലെ നമുക്കിത് പുറത്തെടുക്കാൻ സാധിക്കും. ഈ ബാറ്ററി നമുക്ക് പയ്യെ കിള്ളി പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതും പനാസോണിക്കിൻ്റെ തന്നെ സെയിം ബാറ്ററിയാണ്. ഉണ്ടോ, ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് കിള്ളി പുറത്തേക്ക് എടുക്കാം. ഈ ബാറ്ററി ഇല്ലാതെ തന്നെ നമുക്ക് എങ്ങനെ വാഹനം സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് അടുത്ത് നോക്കുന്നത്. ഉണ്ടോ, വാഹനത്തിൻ്റെ ബാറ്ററി തീർത്തും ലോയായി ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാർഗ്ഗമാണ്. വാഹനം ലോക്കാണെങ്കിൽ നമ്മളിത് ഈ ഒരു കീ പുറത്തേക്ക് എടുത്തിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലോക്കാണ്. നമ്മളിത് കേട്ടോ പുറത്തേക്ക് എടുത്തു. എന്നിട്ട് വാഹനം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും? ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് ബാറ്ററി ഇല്ല. ഇങ്ങനെ ബസറൊക്കെ സൗണ്ടൊക്കെ അടിക്കും. എന്നാൽ നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് കണ്ടോ, വാഹനം സ്റ്റാർട്ടായി. ഇതിനകത്ത് ബാറ്ററി ഇല്ല. ബാറ്ററി ഇല്ലെങ്കിലും ഈ വാഹനം സ്റ്റാർട്ടാക്കാൻ സാധിച്ചു. എന്നാൽ നമ്മൾ ഡോർ ഓപ്പൺ ചെയ്യുന്ന ഇതിട്ട് ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അലറാം മുഴങ്ങുന്നുണ്ടെന്നുള്ളത് ശരി തന്നെയാണ്. നമുക്ക് ഇതിനകത്തെ കീയുടെ ബാറ്ററി ഇല്ലെങ്കിൽ പോലും നമുക്ക് വാഹനം ഓടിച്ച് വീട്ടിൽ എത്തിക്കാനും അതുപോലെ തന്നെ സർവീസ് സെൻറ്ററിൽ കൊടുത്ത് ബാറ്ററി റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ബാറ്ററി ഇല്ലാതെ തന്നെ നമ്മൾ ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് ബോധ്യപ്പെട്ടല്ലോ.
ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്ററി ഒന്ന് റീപ്ലേസ് ചെയ്യാം. പുതിയ ബാറ്ററി ഞാൻ ഇതിനകത്തേക്ക് റീപ്ലേസ് ചെയ്യുകയാണ്. അതിനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും ഇതൊന്ന് അഴിച്ച് എടുത്ത് ഇതിനകത്ത് ഇടാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഒരു സെൻസർ ഭാഗമുണ്ട്. ഈ സെൻസർ ഭാഗം നമ്മുടെ സ്റ്റാർട്ടിങ്ങിൻ്റെ ആ ഭാഗത്തേക്ക്, പുഷ് ബട്ടണിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട്, അതായത് ഈ സിമ്പൽ, സുസുക്കിയുടെ സിമ്പൽ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രസ് ചെയ്തപ്പോഴാണ് ആ വാഹനം ഈ ബാറ്ററി ഇല്ലാതെ തന്നെ സ്റ്റാർട്ടായത്. അതുകൊണ്ട് ആരും പാനിക്കൊന്നും ആകണ്ട. ബാറ്ററി ലോ ആയാലും വാഹനം ഓടിച്ചുകൊണ്ട് പോകാനൊക്കെ സാധിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ വേറെ ചില ഫീച്ചേഴ്സും കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് നോക്കാം. അതിനു മുമ്പ് ബാറ്ററി ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി പഴയതുപോലെ തന്നെ വെച്ച് ഇതങ്ങ് ലോക്ക് ചെയ്യുകയാണ്. ഇത് പ്രസ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇത് പ്രസ്സിങ് ആയിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം കീ ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ ഇത് പവർഫുള്ളായിട്ടുള്ള ബാറ്ററി പവർ ഇതിനകത്ത് നിലവിലുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വേറെ ചില ഫീച്ചേഴ്സും കൂടെയാണ് പറയാൻ പോകുന്നത്. ഇതിൻ്റെ ഹിഡൻ ഫീച്ചേഴ്സും കൂടി വാഹനവുമായിട്ട് ബന്ധപ്പെട്ട ആ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്തോളാം. അപ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ അടുത്തേക്ക് പോകാം. അപ്പോൾ ഈ വാഹനം ഒന്ന് ലോക്ക് ചെയ്യാൻ പോവുകയാണ്. ലോക്ക് പ്രസ് ബട്ടണിൽ വെച്ചു, ആ ലോക്കായിട്ടുണ്ട്. ഇനി ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാഹനം ലോക്ക് ചെയ്തു, ഓപ്പൺ ചെയ്തു, ഈ സമയത്തൊക്കെ ബസർ സൗണ്ട് നൽകുന്നുണ്ട്. എന്നാൽ ബസർ സൗണ്ട് ഇല്ലാതെ വാഹനം ഓപ്പൺ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ ലോക്ക് ബട്ടനും അതുപോലെ അൺലോക്ക് ബട്ടനും കൂടെ ഒരുമിച്ച് ഒരു തവണ പെട്ടെന്നൊന്ന് പ്രസ് ചെയ്യുക. ഒരു തവണ പ്രസ് ചെയ്തു. ഇനി നമുക്ക് ഇത് അൺലോക്ക് ആക്കിയാൽ ആ ബസർ സൗണ്ട് ഉണ്ടായിരിക്കുന്നതല്ല. പിന്നീട് ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത ഫംഗ്ഷനിൽ ഈ ബസർ സൗണ്ട് വരികയും ചെയ്യും. ഇനിയിപ്പോൾ ലോക്ക് ചെയ്യുകയാണ്, ബസർ സൗണ്ട് കാണിക്കും. ഇനി ഓപ്പൺ ചെയ്യുമ്പോൾ കാണിക്കണ്ട എങ്കിൽ ഒന്ന് പ്രസ് ചെയ്യുക. ഓപ്പൺ ചെയ്തു, ഓപ്പൺ ആയിട്ടുണ്ട്. ബസർ സൗണ്ട് കാണിക്കുന്നുമില്ല. ഓപ്പൺ ആയിട്ടുണ്ടെന്നുള്ള തെളിവ്, ഓപ്പൺ ആയിട്ടുണ്ട്, വാഹനം ഓപ്പൺ ആയിട്ടുണ്ട്. ഇതാണ് ഈ കീയെ സംബന്ധിച്ചുള്ള ഒരു ഫീച്ചർ. ഇനി അടുത്ത ഒരു ഫീച്ചർ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ലുലു മാൾ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ വാഹനങ്ങൾ കൊണ്ടിട്ട് ഒരുപാട് വാഹനങ്ങൾ ഇങ്ങനെ നിരന്ന് കിടക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ വാഹനം എടുക്കാൻ വരുമ്പോൾ നമ്മുടെ വാഹനം എവിടെയാണ് കിടക്കുന്നതെന്ന് നമുക്കൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ ഏകദേശം അടുത്ത് വന്നു കഴിയുമ്പോഴത്തേനും, അതായത് ഈ കീയുമായിട്ട് വാഹനത്തിന് ഏകദേശം അടുത്ത് 50 മീറ്റർ വരെയൊക്കെ ഒരു പക്ഷേ ഈ ഒരു കീയും വാഹനവുമായിട്ട് ബന്ധമുണ്ട്. 50 മീറ്റർ വരെയൊക്കെ അവിടെ വന്നിട്ട് നമുക്ക് നമ്മുടെ വാഹനത്തെ പെട്ടെന്ന് സെർച്ച് ചെയ്യണമെങ്കിൽ ഒരു ഐഡിയ ഉണ്ട്. അതായത് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ ലോക്ക് ബട്ടനും അൺലോക്ക് ബട്ടനും കുറച്ച് സമയത്തേക്ക് ഒരു ലോങ് പ്രസ് കൊടുത്താൽ വാഹനത്തിന് അലറാം കേൾപ്പിക്കും. കണ്ടോ, വാഹനം അലറാം കേൾപ്പിച്ചുകൊണ്ടിരിക്കും. കണ്ടോ, അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ സ്ഥലം നമുക്ക് പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യാനും നമുക്ക് നമ്മുടെ വാഹനം കണ്ടെത്താൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഫീച്ചർ ക്ലോസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഓപ്പൺ ബട്ടണിൽ ഒന്ന് ഞെക്കിക്കഴിഞ്ഞാൽ അത് ഓഫ് ആവുകയും ചെയ്യും. ഇപ്പോൾ മനസ്സിലായല്ലേ? ഈ കീയെ സംബന്ധിച്ചുള്ള ബാറ്ററി റീപ്ലേസ്മെൻറ്റ്, അതുപോലെ തന്നെ വാഹനം നമ്മൾ ഇട്ട സ്ഥലം പെട്ടെന്ന് കണ്ടെത്തണമെങ്കിൽ അതിനുള്ള മാർഗവും ഈ കീയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള മറ്റുള്ള വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.